ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്യാഷ് ആൻഡ് മെസ്സേജ് വരാറുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചിട്ട് അത് ഈ ടൈപ്പിലായിരിക്കും ആ ഒരു മെസ്സേജ് വരുന്നത്. അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അതിനെ ആദ്യം നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യണം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നമ്മുടെ ഒരു ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഒരു സിമ്പിൾ കാണാം സൈഡിൽ തന്നെ. ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിൽ തന്നെ നമുക്കൊരു സിമ്പിൾ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പക്ഷേ അതിൽ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം താഴെ ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ്, അത് ഓവർ എനി നെറ്റ്വർക്ക്, ആ ഓപ്ഷൻ ആക്കി ഇടുക. ചിലപ്പോൾ നമുക്ക് ആസ്ക് മീ എവറി ടൈം അതായിരിക്കും, അല്ലെങ്കിൽ ഓവർ വൈഫൈ ഓൺലി അതായിരിക്കും. ഓവർ വൈഫൈ ഓൺലി ഇടല് ആസ്ക് മീ എവറി ടൈമോ അല്ലെങ്കിൽ ഓവർ ടൈം നെറ്റ്വർക്ക് ആ ഓപ്ഷൻ ഇടുക. ശേഷം ഡൺ കൊടുക്കുക. ശേഷം ഒന്നും കൂടെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഈ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ആപ്പിൽ ഒരു ലോങ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ മേളിലൊരു സിമ്പിൾ കാണാം. ഞാനത് ഡോട്ട് കാണിച്ചിട്ട് ഈ ഒരു സിമ്പിൾ കാണാം. ഈ ഒരു സിമ്പിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ആപ്പ് ഇൻഫർമേഷനാണ് ആ ആപ്പിൻ്റെ. ശേഷം അതിൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ടെണ്ണം കാണാം. ക്ലിയർ സ്റ്റോറേജ്, ക്ലിയർ ക്യാച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാണാം. അതിൽ ക്ലിയർ ക്യാച്ച് ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ക്യാച്ച് ക്ലിക്ക് ചെയ്ത ശേഷം ഒന്ന് ആപ്പെല്ലാം ഒന്ന് റീഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്യുക എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന റീസെൻറ്റ് ആപ്സിൽ പ്ലേ സ്റ്റോർ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് മാറി കിട്ടും. ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇഷ്യൂ വരത്തില്ല. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇനി നേരത്തെ ഇങ്ങനെ ഇഷ്യൂ വന്നു, ഞാൻ അന്നേരം അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചിരുന്നത്. ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ശേഷം നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ നമുക്കത് ഡൗൺലോഡായി കിട്ടുന്നതാണ് ആപ്സ് എല്ലാം. ഈ ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.